करो, अपने आप को बदलो, दूसरे की तरफ उंगली मत करो, अपना धर्मराज बन करके अपने को खुद सजा दो, तब आपका परिवर्तन होगा. ഇനി അവർ കാരണമാണ് ഇവർ കാരണമാണെന്ന് ഇങ്ങനെ കാരണം പറയുമ്പോൾ ബാബ പറയും കാരണത്തിൻ്റെ നിവാരണം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഒരിക്കലും മറ്റൊരാളുടെ നേരെ വിരൽ ചൂണ്ടരുത്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ള കുറവുള്ളത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നിവാരണം കണ്ടെത്തണം. അവനവനെ മാറ്റണം, മറ്റൊരാളെ പറയരുത്. इस देश में एक बहुत बड़े सन्यासी हुए हैं जिनका नाम था स्वामी राम तीर्थ. विवेकानंद के बिल्कुल समकालीन थी वो. विवेकानंद का प्रवचन सुन के ही वो सन्यासी बनी थी. लाहौर के कॉलेज में मैथ्स के टीचर थे, मैथ्स के लेक्चरर थे, बहुत गरीब घर के थे. एक पाँव में दूसरी चप्पल, एक पाँव में दूसरी चप्पल ऐसे पहन के स्कूल जाया करते थे, पर ब्रिलियंट बहुत थे. तो लाहौर कॉलेज पहले जब स्कूल में पढ़ते थे तो जो प्रिंसिपल था वो भी उसका सहयोगी था. अपने मित्रों के पुराने शर्ट फटे हुए टाँका लगा के पहनता था. मैट्रिक पास की बहुत अच्छे नंबरों से. तो घर वालों ने कहा अब घर आ जा और खेती कर. बोला मैं आगे पढ़ूंगा. घर वालों ने कहा कैसे पढ़ेगा आगे, पढ़ना नहीं है. ज़बरदस्ती उसकी शादी कर दी. बोला अब इसको भी संभाल और खुद को भी संभाल. लेकिन वो पढ़ने से नहीं माना, पढ़ता ही रहा. तो जो कॉलेज का प्रिंसिपल था उसने कहा कि मैं तुम्हारा ICS में नाम दे देता हूँ, पढ़ाई में बहुत अच्छा था ना. आज की जो IAS है ना, उस ज़माने में ICS होती थी. तो इसने कहा नहीं, मेरे को ICS नहीं बनना, मैं कोई अपराधियों के मुकदमे लड़ने के लिए थोड़े पढ़ता हूँ, पढ़ रहा हूँ, मेरे को नहीं चाहिए ये नौकरी. ठुकरा दी और मैथ्स का लेक्चरर बन गया. इतना सुना പറയാണ് പണ്ട് ഒരു രാമതീർത്ഥ സ്വാമി ഉണ്ടായിരുന്നു. വിവേകാനന്ദൻ്റെ സമകാലീനനായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. വിവേകാനന്ദൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് പ്രഭാവിതനായിക്കൊണ്ട് സന്യാസിയായ ഒരാളായിരുന്നു അദ്ദേഹം. ലാഹോർ കോളേജിലെ മാത്സ് ലെക്ചററായിരുന്നു. വളരെ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയായിരുന്നു. പഠിക്കാൻ പോകുന്ന കാലത്ത് ഒരു കാലിൽ ഒരു ചെരുപ്പാണെങ്കിൽ വേറൊരു കാലിൽ വേറൊരു ചെരുപ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ അങ്ങനെ ഇട്ടാൽ പോകുന്നുണ്ടായിരുന്നത്. കൂട്ടുകാരുടെ കീറിയ ഷർട്ട് തുന്നിയിട്ടിട്ടായിരുന്നു ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നത്. 10ാം ക്ലാസ് വരെ നന്നായി പഠിച്ച് നല്ല മാർക്ക് എടുത്തപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇനി പഠിക്കാൻ പോകണ്ട, കൃഷിപ്പണിക്ക് വരാൻ പറഞ്ഞു. പറ്റില്ല എന്ന് കുട്ടി പറഞ്ഞ് മാനിച്ചില്ല. കല്യാണം കഴിപ്പിച്ചിട്ട് പറഞ്ഞു നോക്കി ഇനി ഭാര്യനെ നോക്കിക്കോ, നിന്നെ നോക്കിക്കോ, നീ കുടുംബം നോക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു. ഈ കുട്ടി പക്ഷെ എനിക്ക് പഠിച്ചേ പറ്റൂ എന്നുള്ളത് വാശിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പളിന് ഭയങ്കര സ്നേഹമായിരുന്നു. പറഞ്ഞു ഞാൻ നിന്നെ പഠിപ്പിക്കാം, ICSന് ചേർക്കാം. ഇന്നത്തെ IASൻ്റെ സമന്നത്തെ ICS. അപ്പോൾ പറഞ്ഞു എന്തിന് ICS ചേർക്കണം, ഞാനൊരു തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ഇത്തരത്തിൽ യുദ്ധം ചെയ്യാൻ ബാധിക്കാനുള്ളതായിട്ടുള്ള ജോലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ച് മാത്സിൻ്റെ ലെക്ചററായിക്കൊണ്ട് ലാഹോർ കോളേജിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. बाद में उसका लेक्चररशिप से भी मन भर गया तो वो सन्यासी बन गया. अमेरिका भी गया था. लेकिन एक बार वो अपने घर से जब सन्यासी बन गया, अपने स्थान पे जिस भी कुटिया में वो रहता होगा वहाँ से बाहर निकला और ऐसे कहीं जा रहा था तो रास्ते में एक छत के ऊपर एक महिला कपड़े सुखा रही थी. तो जब अपन ऐसे जाते हैं तो अपनी नज़र कहीं भी पड़ जाती है नेचुरल. तो उसकी नज़र पड़ गई और फिर वो आगे चलता रहा. 2-4 कदम आगे जा कर के उसने वापस मुड़ कर के छत की तरफ देखा. ഒരു പ്രാവശ്യം അദ്ദേഹം താമസിക്കുന്നുണ്ടായിരുന്ന ആ ഒരു കുടിലിൽ നിന്ന്, അദ്ദേഹം താമസ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് അദ്ദേഹം പോവുമായിരുന്നു, പുറത്തേക്ക് പോവുമായിരുന്നു. പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ ടെറസിൽ മേൽക്കൂരയിൽ അന്നത്തെ വീടിൻ്റെ മോൾ ഭാഗത്ത് ഒരു കുട്ടി ഡ്രസ്സ് ഉണക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണ റോട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ണ് എല്ലായിടത്തും കാണുമല്ലോ. അങ്ങനെ 3-4 അടി മുന്നോട്ട് വെച്ച ശേഷം അദ്ദേഹം തിരിഞ്ഞ് ഈ കുട്ടിയുടെ നേരെ നോക്കി, ഈ ഉണക്കുന്ന സ്ത്രീയുടെ നേരെ നോക്കി. अब दोबारा मुड़ के देख तो लिया, देखने की क्रिया तो फटाफट हो गई, लेकिन अंदर से मन ने कहा राम, अपने आप को वो राम बोलता था, राम ये तूने क्या किया, एक बार तेरी नजर गई वो तो माफ है, तूने दोबारा मुड़ के क्यों देखा. दोबारा मुड़ के देखा मतलब तेरी रुचि है, मतलब तू सन्यासी का केवल वेश धारण किए हुए, असल में तू सन्यासी नहीं है, तू ठग है. और उसके बाद उसने कहा वापस चल. वापस घर आया, अपने आप को कमरे में बंद किया. 3 दिन
न किसी से मिलना न खाना। वापस मुड़ के देखा उसकी सजा 3 दिन कमरे में बंद रहना। खुद ने खुद को सजा दी। അദ്ദേഹം ഉടനെ സ്വന്തം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് രാമൻ എന്ന് സ്വയം അവനവനെ അദ്ദേഹം വിളിക്കുമായിരുന്നു. പറഞ്ഞു, രാമ, നീ ഇതെന്താ ചെയ്തത്? ആദ്യത്തെ പ്രാവശ്യം നിന്റെ കണ്ണുപോയി, അതേ തെറ്റ്. വീണ്ടും നീ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കി? അപ്പം നീ സന്യാസിയുടെ വേഷം മാത്രമേ ഇട്ടിട്ടുള്ളൂ, നീ സന്യാസി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രായശ്ചിത്തം അദ്ദേഹം പോയില്ല. നേരെ തിരിച്ചു വന്ന് റൂമിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ചിരുന്നു. 3 ദിവസം ആഹാരം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ആരെയും കണ്ടില്ല. തിരിഞ്ഞു നോക്കിപ്പോയതിൻ്റെ തെറ്റിൻ്റെ പ്രായശ്ചിത്തം തീർക്കാൻ വേണ്ടിക്കൊണ്ട് അവനവനെ പണിഷ് ചെയ്തുകൊണ്ട് 3 ദിവസം റൂമിൻ്റെ ഉള്ളിൽ സ്വയം ശിക്ഷിച്ച് അടച്ചുപൂട്ടിയിരുന്നു. तो बाबा कहते हैं अगर कोई गलती हो जाए संकल्प में भी, कई बार लगता है कि ये तो संकल्प आया, इसका क्या असर है। संकल्प भी पाप के खाते में जाता है। तो संकल्प में भी मिस्टेक अगर हो जाए तो बाबा से माफ़ी मांगो, बाबा को लिख के दो, सावधान हो जाओ, फिर से ना करने की पक्की प्रतिज्ञा करो। क्योंकि जिस संकल्प से दुनिया को स्वर्ग बनाना है, अगर वो संकल्प ही गिरा हुआ है तो फिर हम बाबा के किस काम के हो। ബാബ പറയാണ്, സങ്കല്പത്തിലെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ളതായിട്ടുള്ള വേണ്ടാത്ത സങ്കല്പം ഉണ്ടായാൽ ആ നിമിഷം ബാബയോട് സോറി പറയണം, മാപ്പ് ലെറ്റർ എഴുതണം, അവനവനെ തിരുത്തണം. ചിലർ പറയും സങ്കല്പത്തിലല്ലേ വന്നിട്ടുള്ളൂ, അതിനിപ്പോൾ എന്താ പ്രയാസം ചോദിക്കും. സങ്കല്പം കൊണ്ട് സ്വർഗമുണ്ടാക്കാൻ വേണ്ടിക്കൊണ്ടാണ് ബാബ വന്നിരിക്കുന്നത്. സ്വർഗമുണ്ടാക്കാൻ ഉപയോഗിക്കേണ്ട സങ്കല്പങ്ങൾ, ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ആ കുട്ടിയെ കൊണ്ട് ബാബയ്ക്ക് എന്ത് കാര്യമാണുള്ളത്? कई बार हम कहते हैं कि लगाव तो बुरी चीज़ है, लेकिन बाबा ने कहा लगाव के साथ जो झुकाव है वो भी उतना ही खतरनाक है। झुकाव का मतलब क्या होता है? हम झुक गए, किसी की तरफ झुक गए, तो जो सारी दुनिया को अपने कदमों में झुकाने वाले हैं, भला वो किसी की तरफ कैसे झुक सकते हैं? പറയും ബാബ പലപ്പോഴും ആകർഷണവും അതിനോടുകൂടി ഉണ്ടാവുന്ന അവരെ നേരെയുള്ള സമർപ്പണം. എന്നുവെച്ചാൽ തല കുനിക്കുക, അവരുടെ തല കുനിക്കുക മീൻസ് ഈ തലയല്ല, മനസ്സുകൊണ്ട് അവരെ നേരെ തല കുനിയല്ലേ. അപ്പോൾ ഒരാളുടെ മേലെ ലോകത്തെ മുഴുവൻ തൻ്റെ കാൽ കീഴിൽ തല കുനിപ്പിക്കേണ്ടവർ ഒരു വ്യക്തിയുടെ നേരെ തല കുനിഞ്ഞു പോയാൽ എങ്ങനെ അവർ മറ്റൊരാളെ തല കുനിപ്പിക്കും? लगाव, झुकाव, दुराव, छिपाव, प्रभाव, ये सब के सब पवित्र आत्मा के लिए त्याज्य है। ആകർഷണം, തലകുനിയല്, दुराव मतलब दुर्भावना, ചീത്ത ഭാവന, പ്രഭാവം, छिपाव, छिपाना, ഒളിപ്പിച്ചു വെക്കുക, ഇതെല്ലാം തന്നെ പവിത്രാത്മാവിന് വേണ്ടാത്ത ഗുണങ്ങളാണ്. फिर बाबा ने कहा मान लो कोई इशारा देता है कि भाई ये ठीक नहीं है, तो इशारा पकड़ो और इशारे में ही बात को ख़त्म कर दो। बहस मत करो कि मैं तो ऐसा हूँ ही नहीं, मेरे पे तो झूठा इल्ज़ाम लगा दिया, मैं तो ऐसा हूँ ही नहीं। अगर तुम ऐसे हो नहीं तो फिर अपने आप का परिवर्तन कर लो। परिवर्तन कर लोगे तो बात खत्म हो जाएगी, वातावरण बनेगा नहीं। അഥവാ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂചന തരികയാണ്, നോക്കി ഇങ്ങനെ പാടില്ല എന്ന്, അത് കേട്ട് കഴിയുമ്പോൾ ആ കാര്യത്തിനെ കേട്ട് മനസ്സിലാക്കി അവിടെ നിർത്തണം. അതല്ലാതെ അതിൻ്റെ ചുറ്റു ചിന്തിച്ച് അവരങ്ങനെ പറഞ്ഞതാവോ ഇങ്ങനെ പറഞ്ഞതാവോ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവോ, അതിൻ്റെ മേലെ കയറി പോവരുത്. ആ കാര്യം അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റൂ, അവിടെ നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടും, അത് അവിടെ നിർത്തണം. एक होता है सहयोग लेना और एक होता है सहारा बनाना। तो बाबा कहता है सहयोग किसी से भी लो, क्योंकि सहयोग के बिना तो आप स्वर्ग स्थापन कर ही नहीं सकते। पर सहारा आपका केवल एक है। सहयोग और सहारे में क्या अंतर होता है? जैसे अपन भवन बनाते हैं, ബാബ പറയാണ്, നിങ്ങൾ സഹയോഗി ആയിക്കോളൂ, സഹയോഗം എടുത്തോളൂ, പക്ഷെ ആരെയും ആശ്രയമാക്കരുത്. സഹയോഗം എടുത്താൽ മാത്രമേ സഹയോഗത്തിലൂടെ സ്വർഗം ഉണ്ടാക്കാൻ സാധിക്കൂ. പക്ഷെ ആശ്രയം ഒരേ ഒരു ബാബ മാത്രമായിരിക്കണം. എന്താണ് ആശ്രയവും സഹയോഗവും തമ്മിലുള്ള വ്യത്യാസം? जैसे अपन भवन बनाते हैं तो वो जो लकड़ी की बल्ली होती है ना, वो कितनी सारी छत को सपोर्ट देने के लिए ऐसे लगाते हैं, उसको शटरिंग बोलते हैं, शटरिंग करते हैं।
तो उसमें लोहे की प्लेटें भी होती हैं, ऊपर फिट की जाती हैं, फिर उनमें सीमेंट कंक्रीट डाला जाता है। फिर जब वो जम जाती हैं, एकदम एक दो को पकड़ लेती हैं, तो उस शटरिंग को हम हटा देते हैं। इसका मतलब क्या हुआ कि छत को शटरिंग का केवल सहयोग चाहिए था, सहारा नहीं थी वो, इसीलिए तो हटा दिया। അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാണ്. നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, വാർപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ താഴെ തൂണുകൾ കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഷീറ്റും പലകൊക്കെ അടിച്ച് തയ്യാറാക്കി അതിൻ്റെ മുകളിലാണ് സിമെൻറ്റും മണലും ഒക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. ആ കോൺക്രീറ്റ് പരസ്പരം പിടിച്ച് സെറ്റായി കഴിഞ്ഞാൽ അതിന് പിന്നെ നിൽക്കാൻ വേണ്ടിക്കൊണ്ട് താഴെയുള്ള തൂണിൻ്റെയോ വെച്ചതായിട്ടുള്ള പ്ലേറ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല, അതൊക്കെ എടുത്ത് മാറ്റും. അതായത് സഹയോഗത്തോടെ അത് നിന്ന് കഴിഞ്ഞ ശേഷം അതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, സഹാരാശ്രയാക്കിയിട്ടില്ല. अब मान लीजिए छत कहती है शटरिंग को कि नहीं तुम मत जाओ, तो इसका मतलब छत कमजोर है, जीवन भर शटरिंग को अपने साथ रखती है, उसका अपने में विश्वास नहीं है, वो निराधार नहीं है, इसका मतलब तो वो गिरने वाली है। तो अगर कोई व्यक्ति जीवन भर किसी को बैसाखी बना के रखता है, नहीं नहीं तू मुझे छोड़ के मत जाना, तू मेरे साथ ही रहना, तुम्हारे बिना मेरी सेवा कैसे होगी, तुम्हारे बिना मैं आगे कैसे बढ़ूंगी, कोई भाई चला गया, कोई बहन चली गई और हमको लगता है अरे उसके बिना तो हमारा काम ही नहीं चलेगा, मतलब हमने उसको अपने जीवन का आधार बना रखा था। और अगर हमने केवल सहयोग लेना था तो ठीक है, सहयोग दिया, अब जहाँ मर्जी जाओ, मुझे दिया किसी और को भी देना, किसी और को भी देना, किसी और को भी देना, तो सहयोग लो, സഹാര കേവൽ ഏക് ഭഗവാൻ. അഥവാ ആ കോൺക്രീറ്റ് പറയാണ്, ടെറസ് പറയുകയാണ്, ഈ ഷട്ടറൊന്നും നീ പോവരുത്, നീ പോയാൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ ടെറസ് ഉണ്ടാക്കിയത് വീക്കാന്നല്ലേ, അതിന് സ്വയം നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതല്ലേ. അതുപോലെ നിങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിനെ നിങ്ങളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളില്ലാണ്ട് എനിക്ക് സേവ ചെയ്യാൻ പറ്റില്ല, അതിനും നീ വേണം, ഇതിനും നീ വേണം, നിങ്ങളില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ ആശ്രയമാക്കി ആധാരമാക്കി വെച്ചിരിക്കുകയാണ്, ആശ്രയമാക്കിയിരിക്കുകയാണ്. സഹയോഗിയാണെങ്കിൽ മുന്നോട്ട് വരാൻ സേവയിൽ സപ്പോർട്ട് തന്നു, സഹയോഗം തന്നു, ആയിക്കോട്ടെ എനിക്ക് സഹയോഗം തന്ന പോലെ പോയിക്കോളൂ, ഇനി വേറൊരാൾക്ക് സഹയോഗം കൊടുത്തോളൂ, വേറൊരാൾക്ക് സഹയോഗം കൊടുത്തോളൂ, അങ്ങനെ അവരെ വിടാൻ പറ്റണം. അല്ലാതെ അവരുണ്ടെങ്കിലേ എൻ്റെ സേവ നടക്കുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അവർ നിങ്ങൾക്ക് ആശ്രയമാണ്, അവർ നിരാധാരായ ആത്മാവല്ല, അവർക്ക് അവനവനിൽ വിശ്വാസമില്ല, അതുകൊണ്ട് അവർ മറ്റുള്ളവരെ ആശ്രയാക്കിയവരാണ്, ബലഹീനരാണ്. जैसे एक छोटा बच्चा होता है, जब तक वो चलना नहीं सीखता तब तक वॉकर का सहारा लेता है, वॉकर होता है ना, लेकिन जब वो चलना सीख गया तो वॉकर को हटा देते हैं। अगर वो जीवन भर वॉकर के सहारे चले तो उसको कहेंगे शायद लंगड़ा होगा, लूला होगा, इसलिए वॉकर लिए चल रहा है। तो अगर हम कहते हैं कि भाई इसके बिना तो मेरा काम नहीं चलता, नहीं जी ये तो मुझे बहुत ज़रूरी है, नहीं जी ये चाहे वो लौकिक हो, अलौकिक हो, भाई हो, बहन हो, हम किसी पर डिपेंड नहीं हैं, लेकिन हम इंडिपेंडेंट भी नहीं है, क्योंकि हम भगवान के ऊपर डिपेंड है। तो भगवान का सहारा हमें 24 घंटे चाहिए, बाकी किसी मनुष्य का सहारा नहीं चाहिए। मनुष्य का सहारा लेना मतलब अपनी शक्तियों को खत्म करना, कमजोर बनना, और जो कमजोर आत्मा होगी उस पर मायावार करेगी. അഥവാ നമ്മൾ പറയുകയാണ്, നിങ്ങളില്ലാണ്ട് സേവ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവരില്ലാണ്ട് എനിക്ക് സേവ ചെയ്യാൻ പറ്റില്ല, സേവ പൂർണ്ണമാവില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ ബലഹീനരാണ്, ഏതെങ്കിലും വ്യക്തിനെ ആധാരമാക്കിയതാണ്. അങ്ങനെ പാടില്ല. ആധാരമാക്കുന്ന ഒരു ബാബയെ മാത്രമായിരിക്കണം. സഹയോഗത്തിന് വേണ്ടി മറ്റാത്മാക്കളുടെ സഹയോഗം എടുക്കാം, സഹയോഗമാവാം, പക്ഷേ ആശ്രയമാകരുത്. पवित्रता की एक गहन गति है, जैसे कर्मों की गहन गति है, धन की गहन गति है, बाबा ने तो पुरुषार्थ की भी गहन गति है, आपसी संबंधों की भी गहन गति है, बाबा ने कई गहन गतियों की चर्चा की है. इसी तरह से पवित्रता की एक गहन गति है. പവിത്രതയ്ക്കും ഒരു ഗഹനഗതി, അത് ആഴത്തിലുള്ളതായിരിക്കുന്ന രഹസ്യമുണ്ട്, അതിൻ്റെ സൂക്ഷ്മഭാവങ്ങളുണ്ട്. ധനത്തിനെക്കുറിച്ച് ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്, ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, പുരുഷാർത്ഥത്തെക്കുറിച്ചും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പവിത്രതയുടെ കാര്യത്തിലുമുണ്ട് അതിഗഹനമായിരിക്കുന്ന ഗതി എന്ന് ചേർത്ത് അതിൻ്റെ രീതി, മാർഗം. पवित्रता की गहन गति क्या है भला? പവിത്രതയുടെ ഗഹനഗതി എന്താണ്, പറയൂ. पवित्रता की गहन गति ये है कि जहाँ पवित्रता रूपी माँ है
वहां उसके दोनों बच्चे सुख और शांति साथ में। പവിത്രതയുടെ ഗഹനഗതി എന്താണെന്ന് വെച്ചാൽ എവിടെ പവിത്രത എന്നുള്ളതായിരിക്കുന്ന അമ്മയുണ്ടോ അവിടെ സുഖവും ശാന്തിയും എന്ന രണ്ട് മക്കളുണ്ടായിരിക്കും. अगर आपके पास ये दोनों बच्चे नहीं हैं, मतलब इनकी माँ भी नहीं है, അഥവാ നിങ്ങളുടെ അടുത്ത് ഈ രണ്ട് മക്കളില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അമ്മ അവിടെ ഉണ്ടായിരിക്കില്ല. जीवन में दुख आता है, मन अशांत होता है, परेशान होता है, इरिटेशन आती है, मूड खराब होता है, मतलब आपने उनकी माँ को निकाल दिया है. ജീവിതത്തിൽ ദുഃഖം വരുന്നു, പാരവശ്യം വരുന്നു, അശാന്തി വരുന്നു, ഇറിറ്റേഷൻ വരുന്നു എങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ അവരെ അമ്മേനെ ഒഴിവാക്കിയിട്ടുണ്ട്. पवित्र आत्मा स्वप्न में भी दुखी और अशांत नहीं हो सकती. कोई भी व्यक्ति उसको दुखी नहीं कर सकता, अशांत नहीं कर सकता, किसी की ताकत नहीं. പവിത്രാത്മ സ്വപ്നത്തിൽ പോലും ദുഃഖിയും അശാന്തരുമാകില്ല. ഒരാത്മാവിന് അവരെ ദുഃഖിയാക്കാൻ സാധിക്കില്ല, ഒരാത്മാവിനും അവരെ അശാന്തരാക്കാനും സാധ്യമല്ല. जैसे दुनिया के लोग मंदिर में जाते हैं जो बीके नहीं है, तो मंदिर में जाकर के कहते हैं प्रभु सुख दो, शांति दो. तो भगवान कहता है बेटा साथ में इनकी माँ को भी ले ले. कहता ना, माँ नहीं चाहिए, मेरे को सिर्फ दोनों बच्चे दे दो. अब बिना माँ के बच्चे कैसे आएंगे? तो वो 2 युगों से भगवान से सुख शांति मांग रही हैं, पर उनको मिली नहीं क्योंकि वो माँ को एक्सेप्ट नहीं करती. ലൗകിക ലോകത്തെ ആളുകൾ, ജ്ഞാനത്തിലുള്ളവരല്ല, ലൗകിക ലോകത്തെ ആളുകൾ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ എനിക്ക് സുഖവും ശാന്തിയും തരണം. അപ്പോൾ ഭഗവാൻ പറയും ആയിക്കോട്ടെ മോനെ, കൂടെ ഈ അമ്മേനെയും കൂടെ കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അപ്പോൾ ഒരു അമ്മേനെ വേണ്ട, മക്കളെ മതി എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടും 2 യുഗങ്ങളായി മനുഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മയെ സ്വീകരിക്കാത്തത് കൊണ്ട് മക്കളെ ഇതുവരെ ആർക്കും കിട്ടിയില്ല. तो जो पवित्र आत्मा है उसके सामने अगर दुख आ भी गया, अशांति की बात आ भी गई, तो वो दुख को सुख में बदलेगा, अशांति की बात को शांति में बदलेगा. पवित्रता में इतना बल है कि वो परिवर्तन कर लेगा, लेकिन अपने पे छींटा नहीं लगने देगा. പവിത്ര ആത്മാവിൻ്റെ മുന്നിൽ ദുഃഖ അശാന്തിയുടെ കാര്യങ്ങൾ വന്നാലും ആ ആത്മാ ദുഃഖത്തെ സുഖത്തിലേക്കും അശാന്തിയെ ശാന്തിയിലേക്കും പരിവർത്തനം ചെയ്യും. അത്രയും ശക്തി പവിത്രതയുടെ ശക്തിക്കുണ്ട്. അതല്ലാതെ ദുഃഖത്തിൻ്റെയോ അശാന്തിയുടെയോ തുള്ളികൾ പോലും ആ ആത്മാവിനെ സ്പർശിക്കില്ല. बद दुआ को दुआ में बदलेगा, श्राप को वरदान में बदलेगा, गरीबी को अमीरी में बदलेगा, अभाव को प्राप्ति में बदलेगा. इतनी परिवर्तन की शक्ति पवित्र आत्मा में आ जाती है. मैं आपको एक स्टोरी सुनाऊंगी, आप ये सुना दो. പവിത്ര ആത്മാവ് ശാപത്തിനെ ആശീർവാദത്തിലേക്കും, സെയിം തന്നെയല്ലേ, अभाव प्राप्ति, രണ്ട് സെയിം തന്നെയാണ്. ശാപം ആശീർവാദം മലയാളത്തില്. ദാരിദ്ര്യത്തിന് സമ്പന്നതയിലേക്ക് പരിവർത്തനപ്പെടുത്തും, ഒന്നുമില്ലാത്ത അഭാവത്തിന് എല്ലാമുള്ള സമ്പന്നതയിലേക്ക് പരിവർത്തനപ്പെടുത്തും. അത്രയും ശക്തി പവിത്രതയ്ക്കുള്ളിലുണ്ട്. അതിനൊരു കഥ കേൾപ്പിച്ചു തരാൻ വേഗം ചെയ്യുന്നു. रामकृष्ण परमहंस जो कलकत्ता में काली मंदिर में रहते थे, तो ये जो सन्यासी होते हैं ये भिक्षा मांग के खाते हैं, इनका नियम है. लेकिन कुछ घरों में भिक्षा मांगते हैं, लालच से नहीं मांगते, बस जितना मिल गया उतना लेके खा लिया. तो ये जो इसके निश्चित घर थे उनमें भिक्षा मांगने गए. कई घर तो बंद होते हैं, कहीं चले जाते हैं, तो 5-10 घर हों, उनमें 2-4 बंद हैं. तो ऐसे ही कुछ घर तो बंद थे. तो ये एक घर में गई, भिक्षाम देही आवाज़ लगाई. तो उस घर में एक बुढ़िया माता थी, घर में और कोई नहीं था, और वो पोछा लगा रही थी फर्श पे. तो उसने नहीं सुना, ये थोड़ा और जोर से बोले भिक्षाम देही. अब उसने सुना, पर वो उठ के भिक्षा देना ही नहीं चाहती थी. फिर इसने तीसरी बार बोला भिक्षाम देही, तो उसको गुस्सा आ गया. वो पोछा हाथ में लिए लिए उठी
और जाके कहती ले तेरे को भिक्षा चाहिए ना, ये ले भिक्षा। वो पोचा उसकी झोली में डाल दिया। कहती है ना रहेगा पोचा, ना मेरे को लगाना पड़ेगा। और सन्यासी ने तो कहा भिक्षा मिली, भगवान ने दी, वो तो लेके चला गया। बात ये थी कि इस बुढ़िया की बहू पीहर गई हुई थी और इसको बहुत काम करना पड़ता था, थक जाती थी, बूढ़ी तो थी, तो काम करके इतनी थकी हुई थी, उसको लगा एक और आ गया मुझे काम बताने वाला, परेशान करने वाला, तो वो गुस्से में पोचा उसकी झोली में डाल दिया। अब सन्यासियों का नियम क्या है? सन्यासियों को बहुत सारी बातें सिखाई जाती हैं। आपने कभी सन्यास धर्म के बारे में अगर पढ़ा हो तो सन्यासी लोग इतनी लंबी दाढ़ी क्यों रखते हैं? पूरा मुंह ढक जाता है। बाबा रामदेव को देखा, उसकी आंखें दिखती हैं इतनी इतनी सी, जैसे गड्ढे में कोई कांच रखा हुआ हो, बाकी सारा मुंह ऐसे काला काला होता है। सन्यासियों को देखा है ना? तो इनके गुरु इनको सिखाते हैं कि अगर तुम्हारा मुंह दिखेगा और कोई फीमेल तुमको देख के आकर्षित हो गई तो तुमको पाप लगेगा। इसलिए अपने मुंह को ऐसा ढक के रखो कि तुम पूरी तरह से भालू लगो। പറയണേ സന്യാസിമാർക്ക് രാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അദ്ദേഹത്തിന് സന്യാസിയായിരുന്നല്ലോ കാളി മാതാവിൻ്റെ കൽക്കത്തയിൽ. അപ്പോൾ അദ്ദേഹം സന്യാസിമാരുടെ നിയമം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭിക്ഷ യാചിച്ചിട്ട് വേണം കഴിക്കണമെങ്കിൽ. അവർക്ക് കൊതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത്യാർത്ഥിയോട് കൂടിയിട്ട് കുറേ ഭിക്ഷ യാചിക്കാനൊന്നും പാടില്ല. കുറച്ച് നിയമം ഉണ്ടാവും, ഇത്ര വീട്ടിൽ പോവാം, അവിടെ പോയിട്ട് എന്താണോ കിട്ടുന്നത് അത് കഴിക്കുക എന്ന് മാത്രം. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഭിക്ഷാടനത്തിന് വേണ്ടി പോയി, പല വീടുകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒരു വീട്ടിൽ പോയ സമയത്ത് ഒരു വയസ്സായ അമ്മ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഭിക്ഷാം ദേഹി, അവർ കേട്ടില്ല. ഒന്നും കൂടെ പറഞ്ഞു ഭിക്ഷാം ദേഹി, കേട്ടില്ല. കേട്ടു, പക്ഷേ കേട്ടിട്ടും എഴുന്നേറ്റ് ആ പണി നിർത്തി പോയിട്ടെടുത്ത് കൊടുക്കാനുള്ള മനസ്സ് അവർക്കില്ലായിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ഇദ്ദേഹം പറഞ്ഞു ഭിക്ഷാം ദേഹി. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ആ തുടയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ അത് കൊണ്ടിട്ട് കൊടുത്തു. ഇതാണ് നിൻ്റെ ഭിക്ഷ, കൊണ്ടുപോ, എനിക്കിനി പണി എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം അവർ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. മരുമോട് വീട്ടിൽ പോയി, അവളുടെ വീട്ടിൽ പോയിരിക്കുക, വീട്ടിലെല്ലാ പണിയും തീർക്കണം, അതിൻ്റെ വയ്യാത്ത ദേഷ്യം കൂട്ടത്തിൽ കൂടെ ഒരു പണി തരാൻ ഒരാൾ വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ സാധനം കൊടുത്തു കൊണ്ടുപോകണം. ഈ സന്യാസിമാർക്കാണെങ്കിൽ ഭിക്ഷ എടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ സന്യാസിയാവുന്ന സമയത്തുള്ള നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ വായിച്ചാൽ അറിയാമെന്ന് പറയുകയാണ് ബെഞ്ചി. ഒരു ഉദാഹരണം പറയുകയാണ്, സന്യാസിമാർക്ക് ഫുള്ള് താടി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ താടി കൊണ്ട് അവരുടെ മുഖം അവർ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അവർക്കുള്ള നിയമം നിങ്ങളുടെ മുഖം കണ്ടിട്ട് ആരും അതിൽ ആകർഷണമാവരുതെന്നാണ്. ബാബ രാംദേവിൻ്റെ കണ്ടിലേയും ചോദിക്കുകയാണ്, മുഖത്ത് മുഴുവൻ കറുപ്പുകൊണ്ട് മറച്ചിട്ട് 2 കുഴിയിലുള്ളിൽ 2 ഗ്ലാസ് ഫിറ്റ് തിളക്കം പോലെ കണ്ണ് മാത്രം കാണും, ബാക്കി കാണില്ല. അങ്ങനെ സ്വാമിമാർക്കുള്ള നിയമമാണ് അവരുടെ മുഖം മറച്ച് നടക്കുക. ശരിക്കും പറഞ്ഞാൽ കരടിയുടെ പോലെ. तो एक तो इनका ये नियम होता है, ये तो मैं आपको वैसे जानकारी के लिए बता रही हूँ। एक तो ये नियम होता है। दूसरा, जब ये लोग संन्यास करते हैं और अगर ये मैरिड है तो इनको कहा जाता है कि अपनी पत्नी से माँ कह करके भीख मांग के लेके आओ, और वो आपको बेटा कहे, ताकि वो भाव खत्म हो जाए। और तीसरा नियम ये होता है कि अपने जान पहचान वालों से भिक्षा नहीं लेनी है, नहीं तो वो बढ़िया बढ़िया चीज़ बना के खिलाते रहेंगे आपको। चौथा नियम ये होता है कि जो भिक्षा मांग के लाए हो वो अपने गुरु के सामने रखो, उसमें से गुरु की मर्जी आपको इतना टुकड़ा दे, इतना टुकड़ा दे, भरपेट दे, ना दे, आपको भिक्षा मांगी हुई खुद नहीं खानी, गुरु को अर्पित करनी है। और भिक्षा में जो मिले उसका सदुपयोग करना है, उससे नफरत नहीं करनी। कभी ये नहीं कहना कि ये क्या दे दिया, जो मिला उसका सदुपयोग करना है। जैसे एक बार एक सन्यासी को आलू मिले भिक्षा में, तो उसने लाके अपनी कुटिया के बाहर वो आलू बो दिए, उनको आंखें निकली हुई थी और पूरी आलू की खेती बना दी उसने। मतलब जो मिले उसका सदुपयोग करना है, ये नियम होता है। ये तो मैं आपको वैसे जानकारी के लिए सुना रही हूँ। तो इसको भी ये पोचा मिला तो मन में सोचने लगा मुझे इसका सदुपयोग करना है, सदुपयोग करना है। तो आश्रम पे आया, उसको अच्छे से धोया। उस जमाने में डोवटी जिसको बोलते हैं, सूत से काते हुए
होते थे ये मोटा मोटा सूत जो चरखे से कतता था, अंग्रेजों का ज़माना था, गांधी का ज़माना था। तो उसको धुलाई किया, कुछ तो वो साफ हो गया, पोछा पूरा साफ तो नहीं होता है। फिर उसके धागे निकाल लिए अलग अलग, और धागे निकाल के उनका जो बट था वो ख़त्म कर दिया, तो वो रुई बन गई मटमैली। और आधे पोचे की ऐसी मटमैली रुई बना ली, आधे को दीवार पे टांग दिया, बाद में काम आएगा। और मटमैली रुई की बाती बना ली जो दिए में जलती हैं, और जो रोज शाम को मंदिर में दिया जलता है उसके बाजू में वो ढेर लगा दी बाती, 2 बाती रोज डालता है, दिया जलता है। मतलब पोचे का उसने सदुपयोग कर लिया। ഈ സന്യാസിമാരാവുമ്പോഴുള്ള ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ പത്നിയുടെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിലും അമ്മേ എന്ന് വിളിച്ചിട്ടേ വാങ്ങാവൂ. ആ പത്നി അവർക്ക് കൊടുക്കുകയാണെങ്കിലും മകനായി കണ്ടുകൊണ്ടേ കൊടുക്കാവൂ. അതായത് അവരുടെ മനസ്സിലെ ഭാവനേനെ ശുദ്ധമാക്കിയിട്ടേ സ്വീകരിക്കാവൂ. പിന്നെ അറിയുന്ന പരിചയമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നൊന്നും ഭിക്ഷ വാങ്ങാൻ പാടില്ല. കാരണം അറിയുന്നവരാകുമ്പോൾ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കഴിപ്പിക്കുമല്ലോ. അങ്ങനെ പരിചയത്തിൻ്റെ പേരിൽ ആരുടെ കയ്യിൽ നിന്നും വാങ്ങാൻ പാടില്ല. മൂന്നാമത്തെ, എന്ത് സാധനം കിട്ടിയാലും അതിനെ ഭാവനയോടെ സ്വീകരിക്കണം. ഇവരെന്ത് സാധനം എനിക്ക് തന്നിരിക്കുന്നത് എന്നുള്ള ചിന്ത പോലും പാടില്ല. നാലാമത്തെ, എന്ത് വസ്തു അവർക്ക് കിട്ടിയാലും അതിനവർ സദുപയോഗം ചെയ്തേ പറ്റൂ. പിന്നെ ഒന്ന്, എന്ത് കിട്ടുന്നോ ഒരു ഭിക്ഷ യാചിച്ചിട്ട് അത് ഗുരുവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഗുരു ഒരു കഷ്ണം കൊടുത്താൽ ശരി, നിറച്ചു കൊടുത്താൽ ശരി, കൊടുത്തില്ലെങ്കിലും ശരി, അതെന്ത് കിട്ടുന്നോ അതേ സ്വീകരിക്കാവൂ. ഒരു സ്വാമിക്ക് ഒരു പ്രാവശ്യം ഭിക്ഷയിൽ കിട്ടിയത് ഒരു ഉരുളക്കിഴങ്ങായിരുന്നു. ആ ഉരുളക്കിഴങ്ങ് ആ സ്വാമി കൊണ്ടുവന്നിട്ട്, ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്യാൻ, അവർ വേവിക്കില്ലല്ലോ, അതിനെ കുഴിച്ചിട്ടു, അതിലൂടെ കുറേ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി തന്നെ ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ചെയ്തു. ഇദ്ദേഹത്തിന് കിട്ടിയത് അടിച്ചു തുടയ്ക്കുന്ന ഒരു തുണിയുണ്ടല്ലോ, ഒരു കട്ടിയിൽ ചണത്തിൻ്റെ പോലത്തെ ഒരു തുണി ഇപ്പോഴും കിട്ടാറുണ്ട് മാർക്കറ്റിൽ. അങ്ങനെ തുടയ്ക്കുന്ന തുണിയാണ് കിട്ടിയത്. ചിന്തിച്ചുകൊണ്ടിരുന്നു, ഇതിപ്പോൾ എങ്ങനെ ഞാൻ ഉപയോഗിക്കും, ഇതെങ്ങനെ ഉപയോഗിക്കും. അവസാനം കൊണ്ടുവന്നതിന് നന്നായിട്ട് കഴുകി നോക്കി, എത്ര കഴുകിയിട്ടും അതിലഴുക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് പകുതി മുറിച്ചെടുത്തിട്ട് അവിടെ വീടിൻ്റെ ഭിത്തിയും ഇട്ട് വെച്ചു, നാളെ ഉപയോഗം വരുമെന്ന്. പകുതി എടുത്ത് അതിനെ വിടുവിച്ച് പഞ്ഞി പോലെയാക്കി. ആ ചണത്തിൻ്റെയൊക്കെ കാലഘട്ടമാണ്, ഗാന്ധിജിയുടെയും ഒക്കെ നടക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ അതിനാക്കിയിട്ട് പഞ്ഞി പോലെയാക്കി നൂല് പേർന്നെടുത്ത് അതിനെ കഴുകി ക്ലീൻ ചെയ്ത് അപ്പോൾ പൂർണ്ണ ശുദ്ധമാക്കിയ മാറ്റിയ ശേഷം അതുകൊണ്ട് കുറേ തിരി ഉണ്ടാക്കി. ആ തിരികളെ തിരികളാക്കി വെച്ചിട്ട് അത് വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അട്ടിയാക്കി വെച്ചു. ദിവസവും അതിൽ നിന്ന് രണ്ട് തിരിയെടുത്ത് അദ്ദേഹം കത്തിക്കാനായിട്ട് തുടങ്ങി. അതായത് എന്ത് കിട്ടുന്നു അതിനെ സദുപയോഗത്തിൽ ചെയ്യണം. അദ്ദേഹം ആ കിട്ടിയതായിട്ടുള്ള തുടയ്ക്കുന്ന തുണീനെ നല്ലതിലേക്ക് പരിവർത്തനം ചെയ്ത് ഉപയോഗിച്ചു. थोड़े दिन के बाद बुढ़िया की बहू आ गई, बुढ़िया खुश हो गई, और उसी समय अनाउंसमेंट हुई कि महात्मा जी ने मतलब सब भक्तों के लिए भोजन रखा है, जिसको अपन ब्रह्मा भोजन कहते हैं। तो सबको काली मंदिर में जाना है और सबको भोजन करना है। तो वो भगत तो थी, बहू भी आ गई थी, तो अब तो खुशी खुशी गई। और ऐसे जब मंदिर की तरफ प्रवेश किया तो दीवार के ऊपर वो पोचे को सूखते हुए देखा तो याद आ गया, अरे अरे ये तो मेरे वाला पोचा है, मैंने सन्यासी को पोचा दान में दिया था। राम राम, सन्यासी मुझे देखेगा तो गुस्सा होएगा, पता नहीं क्या करेगा, ये तो मैंने बहुत बड़ा पाप कर दिया, सन्यासी को पोचा दान में दे दिया, मैं भिक्षा नहीं दे सकती थी, क्या अब क्या होगा, अब क्या होगा। इतनी देर में कोई छोटा सन्यासी दिखा, पूछा, बेटा ये कपड़ा कहाँ से आया, मेरे घर के कपड़े से मिलता जुलता है। बोला पता नहीं, हमारे गुरु को किसी ने भिक्षा में दिया था। तो बोला ये तो आधा ही है, आधा कहाँ गया। बोला वो देख मंदिर में, वो देख दिए के पास बातियों का ढेर पड़ा है ना, हमारे गुरु ने उस आधे को धो करके उसका बट निकाल के उसकी बाती बना ली, रोज बाती जलती है। अब तो माता के पाँव के नीचे से जमीन खिसक गई, पोची की बाती जल रही है। भगवान मुझे नरक में भी जगह नहीं देगा, मैंने कितना बड़ा पाप कर लिया। और एकदम मायूस होके, दुखी होके और बड़े भारी भारी पाँव से अभी आगे बढ़ती जा रही है। और फिर सामने उस सन्यासी को देखते ही उसके पाँव में गिर के ज़ोर ज़ोर से रोती है, मुझे माफ़ कर दो, माफ़ कर दो, मैंने बहुत बड़ा पाप कर दिया, माफ़ कर दो। तो सन्यासी कहता, माता हो क्या गया, बता तो दे। कहती है बेटा ऐसी बात है, बता भी नहीं सकती, शर्म आती है, उस दिन गुस्से में मैंने आपको पोचा दे डाला। तो सन्यासी कहता है फिर क्या हो गया, तूने अच्छा ही तो किया, देख तो तेरे को खुश होना चाहिए, किसी की बातियां नहीं चढ़ रही, तेरी बातियां भगवान को चढ़ रही, तेरे लिए तो खुशी की बात है। तब उसने कहा मैंने किया तो पाप था पर तूने उसको पुण्य बना दिया,
मैंने किया तो क्रोध था, पर तूने अपनी सहनशीलता से उसको शांति में बदल दिया। तो ये है पवित्रता का बल। ऐसे नहीं कि किसी ने पाप किया और हम उसको कहें तू तो पापी है, ये पवित्रता का बल नहीं है। तो कोई भी कर सकता है। किसी ने हमसे बुरा व्यवहार किया और हम कहें कि तुम तो बड़े खराब हो, उसके बुरे व्यवहार का भी फायदा उठाओ, आगे बढ़ो, तो उसको भी दिखे कि देखो इसने गलत चीज़ को भी कैसे अच्छा बना लिया। मैं तो कई बार कहती हूँ कि यहाँ कबाड़ी टूटे फूटे प्लास्टिक से लाखों हजारों रुपया कमा लेते, तो क्या हम ब्रह्मा कुमार कुमारियों में कबाड़ी जितनी भी अकल नहीं है? പറയാണ് ബെഞ്ചി. അത് കഴിഞ്ഞ ശേഷം അമ്പലത്തിൽ കാളിയ മന്ദിരത്തിൽ വലിയൊരു ബ്രഹ്മഭോജനം ഒരുക്കി. അപ്പോൾ എല്ലാവരും വരണം എന്ന്, നാട്ടിലെല്ലാവർക്കും വന്ന് ആഹാരം കഴിക്കാൻ. അപ്പോൾ ആ സമയത്ത് ഈ ആ തുണി ദാനം കൊടുത്ത് തുടയ്ക്കണ തുണി ഇട്ട് കൊടുത്ത അമ്മയുണ്ടല്ലോ, അവരുടെ മരുമകൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷമായിട്ട് അമ്മായിമ്മയും മരുമകളും കൂടിയിട്ട് അന്നത്തെ ദിവസം കൽക്കത്ത കാളി ക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ വരുമ്പോൾ കാണുന്നു ആ തുടയ്ക്കണ തുണിയുടെ പകുതി ഭാഗം അവിടെ അമ്പലത്തിൻ്റെ ചുമലിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അയ്യോ, ഇത് ഞാൻ ദേഷ്യപ്പെട്ട് ആ സന്യാസിക്ക് കൊടുത്തതായിട്ടുള്ള തുടയ്ക്കണ തുണിയാണല്ലോ, ഇതിൻ്റെ പകുതി എവിടെ പോയി പേടിയായി. ഇനിയിപ്പോൾ ഞാനിത് കൊടുത്ത സ്വാമി എന്നെ എങ്ങനെയും കണ്ടാൽ എന്ത് പറയും, എന്താവുന്നായി, ആകെ വിഷമായി. എന്നിട്ട് അവിടെ കണ്ട ഒരു ചെറിയ സ്വാമിയോട് ചോദിച്ചു, ഇത് എവിടെ നിന്നാണ്, ഇത് ഈ തുടയ്ക്കണ തുണിയല്ലേ, ഇത് കാണുമ്പോൾ എൻ്റെ വീട്ടിൽ തുണിയായിട്ട് ഭയങ്കരമായിട്ട് മാച്ച് തോന്നുന്നുണ്ടല്ലോ, ഇത് എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് പറയും. അപ്പോൾ എൻ്റെ ഗുരുവിന് ഏതോ ഒരു അമ്മ ദാനം കൊടുത്തതാണ് കാണുന്നത് ഈ സാധനം, അപ്പോൾ ഇതിൻ്റെ പകുതി എവിടെ പോയും ചോദിക്കും. അപ്പോൾ ഈ പകുതിയോ, ദാ നോക്ക് ആ വിളക്കുകളൊക്കെ കത്തുന്നില്ലേ, അതിനടുത്ത് കുറേ തിരി ഒന്നിച്ച് വെച്ച് കാണുന്നുണ്ടോ, ഇതൊക്കെ എൻ്റെ ഗുരുവും അതിനെ മാറ്റി വിളക്കിലെ തിരിയാക്കി മാറ്റിയതാണ്. അത് കേട്ടപ്പോൾ ആ മാതാജിക്ക് ഒന്നും കൂടെ പേടിയായി. ഈശ്വര, തുടയ്ക്കുന്ന തുണി കൊണ്ട് വിളക്കിൻ്റെ തിരിയോ, ഭഗവാൻ എനിക്ക് നരകത്തിൽ പോലും ഇടം തരില്ലല്ലോ എന്ന് വിചാരിച്ച് അത്രയും വിഷമിച്ചു. അങ്ങനെ ആകെ പരവശമായി വിഷമിച്ച് കാലിൻ്റെ ഇടയിൽ നിന്ന് ഭൂമിയൊക്കെ ഇളകിപ്പോയ പോലെ തോന്നിപ്പോയി. അങ്ങനെ പതുക്കെ മുന്നോട്ട് വരുമ്പോഴാണ് സ്വാമിയെ കാണുന്നത്. നേരെ കാൽക്കൽ വീണ് കരഞ്ഞു പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ചോദിച്ചു, എന്താ ഉണ്ടായി, എന്തിനാ പറയുന്നത്? അപ്പോൾ ഞാൻ അന്ന് ദേഷ്യം കൊണ്ട് അറിയാതെ നിങ്ങൾക്ക് ഈ തുണി തന്നുപോയി, അതിനോട് ക്ഷമിക്കാൻ പറയും. അപ്പോൾ പറയും, ഞാനതിന് നോക്കൂ, നിങ്ങളത് തന്നതുകൊണ്ടല്ലേ, നോക്കി എത്ര തിരി കത്തുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. വേറൊരാളുടെ വീട്ടിലെ തുണിയും ഭഗവാന്റെ അമ്പലത്തിൽ തിരിയാവാൻ പറ്റിയില്ലല്ലോ, നിങ്ങൾ തന്ന ആ തുണി നോക്ക് അമ്പലത്തിൽ തിരിയായിട്ട് കത്തല്ലേ, നിങ്ങൾക്കത് പുണ്യല്ലേ ആയത് എന്ന് പറഞ്ഞു എന്ന്. അപ്പം ആ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ദേഷ്യത്തോട് കൂടിയിട്ട് പാപമാണ് ചെയ്തത്, നിന്റെ സഹനശക്തി അതിനെൻ്റെ പുണ്യത്തിലേക്ക് മാറ്റി, അത് ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് ആ അമ്മ പറഞ്ഞു എന്ന്. അതായത് പവിത്രതയുടെ ശക്തി എന്ന് പറയുന്നത് ഇതാണ്. ഒരാൾ പാപം ചെയ്യുമ്പോൾ അവരെ പാപി എന്ന് പറയുന്നത് പവിത്രതയുടെ ശക്തിയല്ല, ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ തെറ്റ് എന്ന് പറയുന്നത് പവിത്രതയുടെ ശക്തിയല്ല. ആ തിന്മയെ നന്മയിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോഴാണ് അതിനെ പവിത്രതയുടെ ശക്തി എന്ന് പറയുന്നത് എന്ന്. അത് ഇതാ भगवान कहता है मैं धोबी हूँ, फिर कहता है कि मैं सुनार हूँ, पर हम कहते हैं वो सबसे बड़ा कबाड़ी है और हम सब मास्टर कबाड़ी हैं। इस दुनिया का जितना भी कबाड़ है, करनी घोर कहता है ना वो अपने आप को, तो करनी घोर क्या होता है? मरे हुए को कपड़े संभालने वाला, बची हुई चीज़ें। तो हम भी क्या करते हैं, दुनिया का पाप, दुनिया की बुराइयाँ, दुनिया की कमियाँ, उन सबको लेकर के परिवर्तन करते हैं और अपना स्वर्ग बनाते हैं। अब जैसे किसी ने आपके रास्ते में पत्थर फेंका, तो एक कहावत है ना कि उस पत्थर को देख करके रुको मत, उसको उठा के अपना मकान बना लो। अब जब वो देखेगा कि मेरे पत्थर उठा उठा के इसने मकान बना लिए, तो दुखी वो होगा और वो पत्थर फेंकना बंद कर देगा, बोलेगा ये तो मैं घाटे में रह गया, मेरे तो पत्थर सारे गए और इसका मकान बन गया। നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയതുണ്ടായിരുന്നു. അതായത് പറക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ പറക്കി കൊണ്ടുപോയിട്ട് അവരതിനെ എത്ര നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ബ്രഹ്മകുമാരിമാർക്ക് ചിലപ്പോൾ എനിക്ക് തോന്നും അത്രയ്ക്ക് ഒരു ബുദ്ധിയില്ലേ, പറക്കുന്ന ആൾക്കാരുടെ ബുദ്ധി പോലും ഇല്ലേ, അതൊക്കെ നന്മയിലേക്ക് പരിവർത്തനപ്പെടുത്തിക്കൂടെ എന്ന്. വേറൊരു ഉദാഹരണം പറയുകയാണ്. ഈ ലോകത്തെ മനുഷ്യന്മാരുടെ എല്ലാ വേസ്റ്റുകളും അവർ ഒഴിവാക്കുന്നുണ്ട്. തിന്മയായ മനുഷ്യന്മാരെ, എല്ലാവരും മോശം എന്ന് പറയുന്ന മനുഷ്യന്മാർ, അവരെയൊക്കെ തന്നെയാണ് ബാബ പെറുക്കിയെടുത്തുകൊണ്ട് അവരെയൊക്കെ അമ്പലത്തിലേക്ക് യോഗ്യയാക്കുന്നത്. അപ്പം നിങ്ങളെ ഒരാൾ കല്ലെറിയുകയാണെങ്കിൽ നിങ്ങൾ അവർ കല്ലെറിഞ്ഞു എന്ന് വിചാരിക്കേണ്ട, ആ കല്ല് പറക്കി കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീടുണ്ടാക്കിക്കോളാൻ അവരെറിഞ്ഞുകൊണ്ടിരിക്കട്ടെ. ആ കല്ല് കൊണ്ട് നിങ്ങളുടെ വീടുണ്ടാക്കി കഴിയുമ്പോൾ എറിഞ്ഞാളല്ലേ വിഷമിക്കുള്ളൂ, അയ്യോ എൻ്റെ കല്ല് കഴിഞ്ഞു അവരതുകൊണ്ട് വീടുണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് വിഷമാവില്ലല്ലോ. ആ രീതിയിൽ പരിവർത്തനം ചെയ്യണമെന്ന്.
तो हम सब परम पवित्र आत्माएं हैं। हमारी पवित्रता की किरणों से दुनिया के कीटाणु नष्ट होते हैं, सूर्य की किरणों से स्थूल कीटाणु नष्ट होते हैं। और जब हमारे मस्तक से पवित्रता की किरणें निकलती हैं तो लोगों के भीतर के भी कीटाणु नष्ट होते हैं। हमको देख करके ही लोगों में पवित्रता की भावना जागृत होती है बिना बोले। और अब हम सबको अपनी पवित्रता को पीक पर पहुंचाना है। दिन में कई बार देखो कि मेरे भीतर क्या चल रहा है। बाबा कहते हैं केवल ब्रह्मचारी नहीं, ब्रह्मचारी बनना है। ब्रह्मचारी का अगर हम एक लाइन में मीनिंग समझें, सबके प्रति शुभ भावना, शुभ कामना, इसका नाम है ब्रह्मचारी। केवल शुभ कामना के संकल्प जमा होते हैं, बाकी कोई संकल्प जमा के खाते में नहीं जाता। सबके सब व्यर्थ के डब्बे में जाते हैं, डस्टबिन में जाते हैं। केवल शुभ भावना के संकल्प जमा होते हैं। तो सबके लिए शुभ भावना। और जो हमारा विरोधी है, जो हमारी कमियां निकालता है, जो रोड़े अटकाता है, उसके लिए डबल शुभ भावना। उसका बहुत बहुत कल्याण हो, क्योंकि वो व्यक्ति मुझे आगे बढ़ाता है, मुझे जागरूक करता है, सावधान करता है। उसके कारण मैं लापरवाह नहीं होती हूँ। इसलिए कहते हैं निंदक नियरे राखिए, आंगन कुटीर छवाए, बिन पानी साबुन बिना मन की मैल धुआए। जो आपकी निंदा करता है, रास्ता रोकता है, उसको अपने घर में एक कमरे में रख लो, इतना नज़दीक रखो, क्योंकि बिना पानी और बिना साबुन को धोता रहता है वो आपको धोता रहता है। तो निंदक का होना बहुत जरूरी है। പറയാണ് സൂര്യൻ്റെ ലോകത്തിൽ സൂര്യൻ്റെ കിരണങ്ങൾ ലോകത്തിലെ അഴുക്കുകളെ ഇല്ലാതാക്കുമെങ്കിൽ നമ്മളിൽ നിന്ന് പവിത്രതയുടെ കിരണങ്ങൾ മറ്റാത്മാക്കളുടെ ഉള്ളിലെ അഴുക്കുകളെ ഇല്ലാതാക്കി കളയും. പവിത്രതയിൽ ബാബ പറയാറുണ്ട്, ബ്രഹ്മചര്യം മാത്രമല്ല ബ്രഹ്മാചാരിയാകണം എന്ന് പറയാറുണ്ട്. ബ്രഹ്മാചാരി എന്ന് വെച്ചാൽ അർത്ഥം ആരുടെ മനസ്സിൽ നിന്നാണോ സദാ ശുഭഭാവനയും ശുഭകാമനയും വന്നുകൊണ്ടിരിക്കുന്നത് അവരാണ് ബ്രഹ്മാചാരി എന്ന് പറയുന്നത്. അതായത് ഒരാത്മാവിനെ കുറിച്ചും നമുക്കുള്ള വിരോധികളാവട്ടെ, നമ്മളെ കുറ്റം പറയുന്നവരാവട്ടെ, ഒരാളെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ നിന്ന് ശുഭഭാവനയല്ലാത്ത മറ്റൊന്നും വരാറില്ല. ദീദി ഒരു ശ്ലോകം ചൊല്ലി, അത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ അർത്ഥം പറയുന്നത്, എങ്ങനെ ആരാണോ നിങ്ങളെ നിന്ദിക്കുന്നത്, നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, കുറ്റം കണ്ടുകൊണ്ടേയിരിക്കുന്നത്, അവർക്ക് നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ മുറിയിൽ ഒരു ഇടം കൊടുത്തോളൂ, ഒരു മുറി കൊടുത്തോളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ നിങ്ങൾക്കൊരു ചിലവുമില്ലാതെ നിങ്ങളുടെ അഴുക്കുകളെ കണ്ടെത്തി കഴുകി തന്നുകൊണ്ടേ ഇരുന്നോളും. നിങ്ങളെ അലക്കുന്ന പണി അവർ ചെയ്തുകൊണ്ടേ ഇരുന്നോളും. അതുകൊണ്ട് അവർക്കൊരു ഇടം കൊടുത്തോളൂ, നിങ്ങൾ നല്ലതാണ്. ഓം ശാന്തി.